ഹായ് ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്നലെയും അത് തന്നെയാണ് ചെയ്തതും. ഓക്കെ, അപ്പോൾ ഞാൻ എണീച്ചിട്ടൊരു 10 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. ബ്രഷൊക്കെ ചെയ്ത് വന്നു. ഇന്ന് കുറച്ച് പരിപാടിയും കാര്യങ്ങളും ഉണ്ട്. പുറത്തൊന്നും പോകുന്നില്ല. ആക്ച്വലി അതിന് പുറത്ത് പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചു ഇല്ല. എന്നും എൻ്റെ ഹെൽത്ത് ഓക്കെ ആയി വരുന്നേ ഉള്ളൂ. പിന്നെന്താണ് ഇന്നെന്ന് വെച്ചാൽ ആക്ച്വലി ഇവിടെ വരാൻ പറഞ്ഞല്ലോ, ഇവിടെ വന്നിട്ട് എനിക്ക് വീടൊന്നും ക്ലീൻ ചെയ്ത് കൊണ്ടുപോകാനേ പറ്റുന്നില്ല. പറ്റായ്മയൊന്നുമല്ല, പക്ഷെ എവിടെയോ എന്തോ അത് മാത്രം എന്ന് വെച്ചാൽ എനിക്ക് ഒരു ടൈം മാനേജ്മെന്റ് ഒന്നും റെഡി ആവുന്നില്ല. അതാണ്. അപ്പം അതൊക്കെ ഒന്ന് കുറച്ച് ദിവസങ്ങളുടെ ഉള്ളിൽ എനിക്കതൊന്ന് റെഡിയാക്കി കൊണ്ടുവരണം. കാരണം ഞാൻ ശരിക്കും ഇങ്ങനെയല്ലായിരുന്നു. ഒന്നാമത് ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ചുറ്റുഭാഗം ഒക്കെ ക്ലീനായിട്ടിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും അതിപ്പം ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. പുറത്തൊന്ന് പോകുന്നതുകൊണ്ടായിരിക്കാം, അതൊക്കെ കാരണം കൊണ്ടാണ്. പിന്നെ ഇവിടെ വന്നിട്ട് ഭയങ്കര പെട്ടെന്ന് ടയേർഡായിപ്പോവും. വന്നിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ലാത്തുള്ളൊരിതാണ്. പക്ഷെ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസങ്ങളിനുള്ളിൽ ഞാനത് മാറ്റി കൊണ്ടുവരും. പിന്നെ ഇന്നെന്താ വെച്ചാൽ എന്താ പറയുക, വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം. എന്തായാലും ഇപ്പോൾ ഒരു 8 മണി കഴിഞ്ഞ് എന്തായാലും ഈവനിങ് ആവും ഒന്ന് ക്ലീനൊക്കെ ആയി ചെയ്ത് വരാൻ. അപ്പം ഫസ്റ്റത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ ചായ കുടിക്കാൻ പോവാണ്. അപ്പം ചായ കുടിക്കുന്നതിന് മുന്നേ പാട്ടിടണം. രാവിലെ എണീറ്റിട്ട് പാട്ട് കേൾക്കണം. പൂ ഞാനിവിടെ എനിക്ക് സെപ്പറേറ്റ് ഒരു ചട്ടി വാങ്ങണം. പിന്നെ ഈ റോസ് ചെടീന്റെ പേരാണ് ചിംചിം. ചിംചിം എന്നാണ് ഈ റോസ് ചെടിയുടെ പേര്. ഗൈസ്, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കുന്നു. പഴം മാസം എപ്പോൾ ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് ചായ കഴിക്കും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓയിൽ ഫുഡ് എന്തെങ്കിലും കഴിക്കും. ഫുഡ് വെച്ചാൽ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഞാൻ കഴിക്കലില്ല. ഇവിടെ വന്നിട്ട് ശേഷം കഴിക്കാൻ തുടങ്ങി. പിന്നെ ഈ അടുത്ത് ഒരു മാസത്തോളം നന്നായിട്ട് കഴിക്കലുണ്ടായിരുന്നു. പഴംപൊരി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കഴിച്ച് ലാസ്റ്റ് എന്തായാലും പിന്നെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഉണ്ടാക്കൽ കുറവാണ്. എന്നാലും ഭക്ഷണം അങ്ങനെ ഉണ്ടാക്കുകയല്ല, ചോറ് കഴിക്കുകയല്ല, എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കഴിക്കുകയുള്ളൂ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റാത്ത ഒരു ഇത് വന്നു. കാരണം കംപ്ലീറ്റ് ചായ, വീട്ടിലാണെങ്കിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കും, വെള്ളം കൂടി ഇല്ല, ചായ കുടിക്കും കുറേ. പിന്നെന്ന് വെച്ചാൽ എന്തെങ്കിലും സ്നാക്സ് വാങ്ങി വെക്കും, അത് കഴിക്കും. അപ്പോൾ ഇത്രയും കാലമുള്ള ആ ഒരു ഫുഡും കാര്യങ്ങളും ആ രീതിയൊക്കെ പെട്ടെന്ന് മാറിയപ്പോൾ എനിക്ക് വിശപ്പൊന്നും അങ്ങനെ വരാതെ കഴിക്കും. ചായ കൂടി തന്നെ, ചായ നമ്മൾ കൂടുതൽ കുടിക്കാൻ പാടില്ലല്ലോ, കുടിക്കുമ്പോൾ വിശപ്പുണ്ടാവില്ല. അങ്ങനെ ആയിപ്പോയി. ഇപ്പോൾ കുറച്ച് ദിവസമായി ചോറൊക്കെ ഉണ്ടായി കഴിക്കുന്നത്. ഇന്നലെയാണ് ഞാൻ കുറച്ച് കഴിച്ചത്, മന്തി. എന്താണ് പറഞ്ഞത്, ഞാൻ കുറച്ച് ദിവസത്തിൽ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കും. ഞാൻ എൻ്റെ പഴയ ശീലത്തിലോട്ട് തന്നെ പോവാണ്. ശരിക്കും ചായ കുടിക്കുമ്പോൾ അങ്ങനെ എന്തൊക്കെയോ അങ്ങോട്ട് പോകാനും വരാനും ഉണ്ട്. ഒരു ഫീലിംഗ് സ്റ്റാറ്റസ്. ഞാൻ എടുത്ത ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഫോട്ടോസൊക്കെ എടുക്കാൻ. ബെസ്റ്റ് മ്യൂസിക് സ്പ്രിംഗ് കിംതേയോ, അത് എങ്ങനെ വരുള്ളൂ. ആക്ച്വലി അതിന് സെറ്റാക്കണം അവിടെ. സദാജി കോളിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. നൂബിയ മാഗസിൻ വോട്ട് 2000. ഒരു ഓട്ടയെ സമ്മതിക്കില്ല. ശ്രീകുട്ടി. ഹലോ,
നിങ്ങൾ ഇന്നലെ എവിടെ പോയത്? നൂബിയ മാഗസിൻ വോട്ട് 2024 ഇതിലുണ്ട് മോസ്റ്റ് ഹാൻസം മാൻ ഇൻ ദ വേൾഡ്. ഒരു ഡേയില് 3 വോട്ട്. 13th ജൂൺ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത്. അല്ലെ, എൻ്റെ വോട്ട് ഓഫ് കോഴ്സ്. പിന്നെ ഷുവറാണ് ദിസ് ഇയറിൽ മോസ്റ്റ് ഹാൻസം മാൻ ബി തന്നെയായിരുന്നു. അപ്പം എനിക്ക് ജൂൺ 13th വരെ ഉള്ള മെയിൻ പരിപാടിയാണിത്. വോട്ടിങ്. സത്യം പറഞ്ഞാൽ ഞാൻ വോട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും വീക്കുട്ടൻ തന്നെയാണ് ഫസ്റ്റിൽ വരുള്ളൂ. പിന്നെ നമ്മുടെ ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. ഇതൊക്കെ എഴുതി വെച്ചിട്ട് നമ്മൾ അത് എന്താ പറയുക ഫോളോ ചെയ്യുമ്പോൾ നമുക്കത് കംപ്ലീറ്റ് നമുക്കൊരു എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ച് ആ ഒരു ഡേയിൽ ലിസ്റ്റ് ഔട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ലാസ്റ്റ് നമുക്ക് എന്താ അല്ലേ ഇന്ന വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കൊരു ഇതുണ്ടാകും. മാക്സിമം അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അതാണ്. അപ്പോൾ ഞാനിത് പണ്ടേ ശീലിച്ചൊരു കാര്യമാണ്. അപ്പം ഞാനിപ്പം ലിസ്റ്റ് ഔട്ട് ചെയ്യാണ് ഇന്നത്തെ വർക്കും കാര്യങ്ങളും. പിന്നെ ഇതൊക്കെ ഞാൻ ഹോട്ടലിൽ ചായ കുടിക്കാനൊക്കെ പോകുമ്പോൾ എടുക്കുന്ന പേപ്പേഴ്സും ടിഷ്യൂ പേപ്പേഴ്സാണ് ഇതൊക്കെ. ഞാനിവിടെ വന്നിട്ട് അതൊക്കെ എഴുതി വെക്കാന്നല്ലാതെ അതിനാണ് ഞാൻ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്നത്തെ വർക്ക് ഇതൊക്കെ എഴുതട്ടെ. അപ്പോൾ ഗൈസ് ഞാൻ ഇന്നത്തെ വർക്കും കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എനിക്കിന്ന് എന്തായാലും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് മെല്ലെ ചെയ്താൽ മതി. ഇപ്പം ചെയ്യാൻ പോകുന്നത് എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് വീട് ഫുൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഞാൻ വരുന്നതായിരിക്കും. നോക്കൂ, ഗ്ലൂ. ഇതിപ്പോൾ എന്തിനാന്ന് വെച്ചാൽ അതൊരു വേറൊരു കോമഡി. കാല് പൊട്ടി. ഇത് ആക്ച്വലി പൊട്ടിയതിലല്ല കാര്യം. ഇത് പൊട്ടുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ മേലെ ഇരിക്കുകയായിരുന്നു. സെക്കൻഡ് ഞാൻ താഴെത്തി. ഈ ചെയറിൽ ഇരിക്കാൻ പറ്റൂല, എന്തെങ്കിലും സാധനം വെച്ചിട്ട് മൂലയിൽ വെക്കാം എന്ന് വിചാരിച്ചു. പിന്നെ അറിയാതെ ഞാൻ എൻ്റെ പിറ്റേ ദിവസം പോയി ഇരുന്നു. വീടില്ല. ഞാൻ എൻ്റെ പണികളൊക്കെ അല്ല 2-3 എണ്ണമൊക്കെ തീർത്തിട്ടുള്ളൂ. ആ ലിസ്റ്റിലുള്ളത് നോക്കണം, തീർത്തിട്ടുള്ളൂ. ഇപ്പോൾ സമയം 8:30 ആയി. ഇനി മുന്നോട്ടേക്ക് പോവില്ല. നമ്മത് ഹെൽത്ത് ഓക്കെ അല്ല. പ്രത്യേകിച്ച് പണിയും കൂടി തീർത്തപ്പോൾ തീരെ ഓക്കെ അല്ല. ഞാൻ ഇപ്പോൾ കുളിച്ച് വന്നതേ ഉള്ളൂ. ഞാൻ കഴിക്കുകയാണ്, ഭക്ഷണം കഴിക്കുകയാണ്. പാസ്ത ഉണ്ടാക്കി. എനിക്ക് നല്ല സ്പൈസി ആയിട്ട് കഴിക്കാൻ തോന്നുന്നു. അതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. ലൈറ്റ് ഉപ്പ് കൂടിപ്പോയി. രാവിലെ എഡിറ്റ് ചെയ്യാൻ പോയി. എഡിറ്റ് ചെയ്തത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ എഡിറ്റത് സേവ് ചെയ്ത് വെച്ചിട്ട്
പിന്നെ ഞാൻ എണീറ്റത് 3:30 1 2 3 4 5 6 7 17 പണിയേ ചെയ്തിട്ടുള്ളൂ. അടിപൊളി. ബാക്കി 10 പണിയും കൂടെ ഉണ്ട്. അത് ഞാൻ നാളെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ കാസിൽ അവിടെ നിന്ന് പാത്രം വെക്കുന്നുണ്ട്. എന്തല്ലോ ഈ എന്ത് ഹെൽപ്പ് ചെയ്തോ എന്നെ? പോടാ പോടാ ഇങ്ങോട്ട് വരുന്നോ? ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. ഒന്നുമില്ല, അതിനായിരുന്നു നടന്ന് ഇങ്ങോട്ട് വരാനുള്ളൂ. എന്നെ അങ്ങോട്ട് വിളിക്കുക, ഞാൻ പോയിട്ട് എടുത്തോണ്ട് വരണം. ഇല്ലടോ, ഇന്നത്തെ ഈ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.